എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ചില തീയതികൾ ഓർത്തു വെക്കാനായിട്ട് കലണ്ടറുകൾ നോക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ജൂലൈ 26 അത്തരത്തിലുള്ള ഒരു ദിവസമാണ്. കാർഗിൽ വിജയ് ദിനമാണിത്. ഈ ദിവസം നമ്മെ അഭിമാനം കൊള്ളിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികരുടെ അസാമാന്യമായ ധൈര്യത്തെ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. കാർഗിലിലെ മലനിരകളും കഠിന കാലാവസ്ഥയും ശത്രുക്കളുടെ വെല്ലുവിളിയും എല്ലാം നമ്മുടെ സൈനികർക്ക് മുന്നിലുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആത്മവിശ്വാസം ഏത് വെല്ലുവിളിയേക്കാളും വലുതായിരുന്നു. ഭാരതാംബയുടെ സംരക്ഷണത്തിനായി അവർ സർവസ്വവും സമർപ്പിച്ചു. ഇന്ന് കാർഗിൽ വിജയ് ദിനത്തിൽ ധീരരായ രക്തസാക്ഷികളെയും സൈനികരെയും ഞാൻ വന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഭാരതം വീരന്മാരെ ഓർക്കുക മാത്രമല്ല, അവരുടെ കഥകൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇതിനായി ഈ വർഷം ഒരു പ്രത്യേക ശൗര്യ വിജയ യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. ജൂലൈ 14 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ നിന്ന് തുടങ്ങിയ ഈ മോട്ടോർ സൈക്കിൾ യാത്ര ദ്രാസിലെ കാർഗിൽ വാർ മെമ്മോറിയലിൽ എത്തും. ഒറ്റ യാത്ര, ഒറ്റ രാജ്യം, ഒറ്റ സല്യൂട്ട്, ഇതാണ് ഇതിന്റെ സന്ദേശം. രാജ്യത്തിനായി നൽകിയ ബലിദാനം ഒരിക്കലും വിസ്മരിക്കപ്പെടില്ലെന്ന് ഈ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരതം സൈനികരുടെ കരുത്തിനൊപ്പം സാങ്കേതിക ശേഷിയും വർദ്ധിപ്പിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് INS മഹേന്ദ്രഗിരി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായത്. ഈ ആധുനിക യുദ്ധക്കപ്പൽ ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ്. ഇതിൽ 3/4 ഭാഗവും തദ്ദേശീയ വസ്തുക്കളാണ്. ഇത് സ്വയം പര്യാപ്ത ഭാരതത്തിന്റെ കരുത്തിന്റെ അടയാളമാണ്. ഈ മാസം DRDO പിനാക ഗൈഡഡ് റോക്കറ്റും വിജയകരമായി പരീക്ഷിച്ചു. ഈ വിജയത്തിന് പിന്നിൽ നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ പരിശ്രമമുണ്ട്. 2-3 ദിവസം മുമ്പ് DRDO കുഷ മിസൈലും വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പ്രതിരോധ ഉൽപാദനത്തിലോ കയറ്റുമതിയിലോ വിദേശ സഹകരണത്തിലോ ആകട്ടെ, ഇന്ത്യ നിരന്തരം പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു. അവിടെ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി വലിയൊരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ലോകത്തിന്റെ വിശ്വാസം ഏറുകയാണ്. ഈ കാർഗിൽ വിജയ ദിനത്തിൽ നമുക്ക് നമ്മുടെ അമര രക്തസാക്ഷികളെ വന്ദിക്കാം. സുരക്ഷിതവും കഴിവുറ്റതും സ്വയം പര്യാപ്തവുമായ ഭാരതത്തിനായി നമ്മുടെ പ്രതിജ്ഞ പുതുക്കാം. പ്രിയപ്പെട്ട ദേശവാസികളെ, മൻ കി ബാത്തിന്റെ കഴിഞ്ഞ ലക്കത്തിൽ ഞാൻ നിങ്ങളോട് മഴവെള്ളം സംഭരിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഓരോ തുള്ളിയും സംരക്ഷിക്കാനുള്ള ഈ ദൗത്യം ജനകീയമാക്കാൻ ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. മഴവെള്ളം സംഭരിക്കുക എന്ന ആശയം വളരെ ലളിതമാണ്. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും ആ വെള്ളം അവിടെ തന്നെ സംഭരിക്കുക. അതുകൊണ്ട് ജൂലൈ 4 മുതൽ രാജ്യത്തുടനീളം ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി മഴവെള്ള സംഭരണം, ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തൽ, പഴയ ജലസ്രോതസ്സുകൾ പുനഃസ്ഥാപിക്കൽ, കൂടാതെ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടുന്നു. ഗ്രാമങ്ങളും നഗരങ്ങളും ഒരുപോലെ ഇതിൽ പങ്കുചേരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പഞ്ചായത്തുകളായാലും സംഘടനകളായാലും എല്ലായിടത്തും ആളുകൾ പങ്കുചേരുന്നു. ചിലയിടങ്ങളിൽ പഴയ കുളങ്ങളിലെ ചെളി നീക്കം ചെയ്യുന്നു. മറ്റു ചിലയിടങ്ങളിൽ കിണറുകൾ പുനരുജ്ജീവിപ്പിക്കുന്നു. ഉപയോഗശൂന്യമായ കുഴൽ കിണറുകൾ ഇപ്പോൾ ഭൂഗർഭ ജലം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളാകുന്നു. സുഹൃത്തുക്കളെ, മധ്യപ്രദേശിലെ സിദ്ധി ജില്ലയിൽ ഏകദേശം 1500ഓളം കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നർസിപൂരിൽ അമൃത് സരോവരങ്ങൾ മനോഹരമായി നവീകരിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വലിയ അളവിൽ വെള്ളം സംഭരിക്കാനുള്ള ശേഷി വികസിപ്പിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ നന്ദിയാലിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഈ ദൗത്യത്തിൽ പങ്കുചേരുകയും
പഴയ കുളങ്ങൾ വീണ്ടും ഉപയോഗപ്രദമാക്കുകയും ചെയ്തു. നമ്മുടെ നഗരങ്ങളും ഒട്ടും പിന്നിലല്ല. ഛത്തീസ്ഗഡിലെ കോർബ, ഒഡീഷയിലെ ഭുവനേശ്വർ, ആന്ധ്രാപ്രദേശിലെ വിജയനഗരം എന്നിവിടങ്ങളിൽ ഈ ദൗത്യത്തിന്റെ ആവേശകരമായ ഫലങ്ങൾ കാണുന്നുണ്ട്. നമുക്കും നമ്മുടെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. ജലത്തിന്റെ ഓരോ തുള്ളിയും സംരക്ഷിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളി വെള്ളവും വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചു. ഓരോ ഭാരതീയനും ഇന്ത്യൻ സംഘത്തിന് നിരന്തരം തങ്ങളുടെ ആശംസകൾ നേരുന്നുണ്ട്. എല്ലാ കായിക താരങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെക്കണമെന്നും ജനങ്ങളുടെ ഹൃദയം കീഴടക്കണമെന്നുമാണ് അവരുടെ ആഗ്രഹം. സുഹൃത്തുക്കളെ, നമ്മുടെ യുവാക്കൾ ഈ അടുത്ത കാലത്തായി കായിക രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമെന്ന ബഹുമതി PV സിന്ധു കരസ്ഥമാക്കിയിരിക്കുന്നു. അവരുടെ ഈ നേട്ടത്തിൽ രാജ്യം മുഴുവൻ അഭിമാനിക്കുന്നു. ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമും തങ്ങളുടെ ആദ്യ ടെസ്റ്റ് മത്സരം ജയിച്ചു. ഇതൊരു ചരിത്രപരമായ വിജയമാണ്. 270 റൺസിന്റെ വലിയ വ്യത്യാസത്തിലാണ് നമ്മുടെ ടീം ഈ മത്സരം ജയിച്ചത്. എന്നാൽ ഇതിലുപരിയായി മറ്റൊരു പ്രാധാന്യം കൂടി ഉണ്ടായിരുന്നു. ലോർഡ്സിന്റെ മഹത്തായ ചരിത്രത്തിൽ ഒരു വനിതാ ടീം കളിക്കുന്ന ആദ്യത്തെ ടെസ്റ്റ് മത്സരമായിരുന്നു ഇത്. ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് 1983-ലാണ്. അതും ഇതേ മൈതാനത്ത് വെച്ച്. നമ്മുടെ സ്ത്രീശക്തി ഇവിടെ രാജ്യത്തിന്റെ പേര് ഉയർത്തിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ചില ചെറിയ പരിശ്രമങ്ങളുമുണ്ട്. കേരളത്തിൽ എറണാകുളം സൗത്ത് ചിറ്റൂരിലെ കായിക രംഗത്തെ അത്തരമൊരു പരിശ്രമത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. അവിടുത്തെ ഒരു സ്കൂളിൽ സംസ്കൃത ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ അധ്യാപകനായ അഭിലാഷ് ജി വളരെ വ്യത്യസ്തമായ രീതിയിലാണ് സംസ്കൃതത്തെ ജനപ്രിയമാക്കുന്നത്. അക്ഷര കന്തുക് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിലൂടെ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് ലളിതമായി പഠിപ്പിക്കുന്നു. ഇത് പഠനം രസകരമാക്കുന്നതിനൊപ്പം കായിക വിനോദങ്ങളോടുള്ള ജനങ്ങളുടെ താല്പര്യവും വർദ്ധിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഞായറാഴ്ച നടന്ന വിക്രം 1ന്റെ വിജയകരമായ വിക്ഷേപണത്തിൽ ഓരോ ഭാരതീയനും വലിയ അഭിമാനത്തിലാണ്. ബഹിരാകാശ രംഗത്തെ ഈ ചരിത്ര നിമിഷത്തിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുകയായിരുന്നു. സ്വകാര്യ മേഖല വികസിപ്പിച്ചെടുത്ത ഭാരതത്തിന്റെ ആദ്യത്തെ റോക്കറ്റാണിത്. സങ്കല്പിക്കാൻ പോലും പ്രയാസമുള്ള കാര്യമാണ് നമ്മുടെ യുവ ശാസ്ത്രജ്ഞർ ചെയ്തു കാണിച്ചത്. അവർ മികച്ച കഴിവും ആവേശവും ക്ഷമയും പ്രകടിപ്പിച്ചു. വളരെ കാലമായി നമ്മുടെ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് മുന്നിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഈ മേഖലയിൽ താല്പര്യമുള്ള ഒട്ടേറെ യുവാക്കൾക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. യുവാക്കളുടെ താല്പര്യം കണക്കിലെടുത്ത് ഞങ്ങൾ ബഹിരാകാശ മേഖല സ്വകാര്യ പങ്കാളിത്തത്തിനായി തുറന്നുകൊടുത്തു. ഇന്ന് ലോകം അതിന്റെ ഫലം കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ യുവ സുഹൃത്തുക്കൾ ശാസ്ത്രരംഗത്തും ഭാരതത്തിന്റെ അഭിമാനം ഉയർത്തുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ് സയൻസ് ഒളിമ്പ്യാഡുകൾ. ഇതിൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം ഭൗതികശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം, ഗണിതം എന്നിവയുടെ ഒളിമ്പ്യാഡുകൾ നടന്നു. ഈ മത്സരങ്ങളിൽ ഇന്ത്യൻ സംഘത്തിന്റെ പ്രകടനം മികച്ചതായിരുന്നു. ഭൗതികശാസ്ത്ര ഒളിമ്പ്യാഡിൽ നമ്മുടെ 5 വിദ്യാർത്ഥികളും സ്വർണ്ണ മെഡൽ നേടുകയും ഭാരതം 1ാം സ്ഥാനം കൈവരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ നടന്ന ഓരോ ഭൗതികശാസ്ത്ര ഒളിമ്പ്യാഡിലും നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ സ്വർണമോ വെള്ളിയോ മെഡലുകൾ തീർച്ചയായും നേടിയിട്ടുണ്ട്. രസതന്ത്ര ഒളിമ്പ്യാഡിലും നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും സ്വർണ്ണ മെഡൽ നേടി. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനമാണിത്. ജീവശാസ്ത്ര ഒളിമ്പ്യാഡിലും നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും മെഡലുകൾ സ്വന്തമാക്കി. ഇതിൽ ഒരു സ്വർണ്ണ മെഡലും ഉൾപ്പെടുന്നു. അതുപോലെ ഗണിതശാസ്ത്ര ഒളിമ്പ്യാഡിൽ നമ്മുടെ കുട്ടികൾ 2 സ്വർണവും 4 വെള്ളിയും സ്വന്തമാക്കി. രാജ്യത്തെ യുവശക്തിയിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഭാരതത്തിൽ ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം വളരുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. ഇതിന്റെ എണ്ണം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ കൂടുതൽ യുവാക്കൾ ഇത്തരം വേദികളിൽ താല്പര്യം കാണിക്കുമെന്നും ഭാരതത്തിന്റെ പേര് ലോകമെങ്ങും എത്തിക്കുമെന്നും എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്.
എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾക്ക് കഴിവും അതോടൊപ്പം എന്തെങ്കിലും ചെയ്യാനുള്ള താല്പര്യവും ഉണ്ടെങ്കിൽ ഏത് വഴിയും നിങ്ങൾക്ക് എളുപ്പമുള്ളതായി തീരും. കാശ്മീരിലെ പരമ്പരാഗതമായ പായ ബഗുവിനെ കുറിച്ച് ഇന്ന് നടക്കുന്ന പരിശ്രമങ്ങളിൽ ഇതിന്റെ ഒരു പ്രതിഫലനം കാണാം. ഇത് ഞാങ്ങണയും വൈക്കോലും ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഈ പായ നിർമ്മാണത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇതിനായി ആദ്യം കാശ്മീരിലെ ചതുപ്പ് നിലങ്ങളിലെ പുല്ലും ഞാങ്ങണയും കൊയ്തെടുക്കുന്നു. വെയിലത്ത് ഉണക്കിയ ശേഷം അവ തരംതിരിക്കുന്നു. പിന്നെ തുടങ്ങുന്നു കൈകൊണ്ടുള്ള നെയ്ത്ത് ജോലി. 2 തൊഴിലാളികൾക്ക് ഒരു പായ നെയ്യാൻ ഏകദേശം 4 ദിവസം വേണം. ഈ പായ സവിശേഷവും പരിസ്ഥിതിക്ക് അനുയോജ്യവുമാണ്. വേനൽക്കാലത്ത് തണുപ്പും ശൈത്യകാലത്ത് ചൂടും നൽകുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. മുമ്പ് ഇത് കാശ്മീരിലെ എല്ലാ വീടുകളിലും കാണാമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇതിന്റെ ഉപയോഗം കുറഞ്ഞു. അപ്പോഴാണ് ശ്രീനഗറിലെ ഗുലാം ഹുസൈൻ സാഹിബും മകൾ തൻസീലയും ഒരു തീരുമാനമെടുത്തത്. അതൊരു ഉറച്ച തീരുമാനമായിരുന്നു. രണ്ടുപേരും വഗു കരകൗശല പാരമ്പര്യത്തിന് പുതിയൊരു ജീവൻ നൽകാൻ ഇറങ്ങിത്തിരിച്ചു. ഗുലാം ഹുസൈൻ സാഹിബ് വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. ഈ ജോലിയിൽ അദ്ദേഹത്തിന് പലതരം വെല്ലുവിളികളും നേരിടേണ്ടി വന്നു. എങ്കിലും വഗു സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഈ ശ്രമത്തിൽ ഒട്ടേറെ ആളുകൾ പങ്കുചേർന്നു. ഗുലാം ഹുസൈൻ സാഹിബ് ഈ കലയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. അവരുടെ ഈ ദൗത്യത്തിൽ പ്രാദേശികമായി സർക്കാരിന്റെ സഹായവും ലഭിച്ചു. ഇന്ന് വേഗത്തിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന വഗു രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ട്. ഈ പരിശ്രമത്തിൽ പങ്കാളികളായ എല്ലാവരെയും ഓർത്ത് എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഇന്ന് നമ്മൾ എല്ലാവരും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ നാടിന്റെ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ കശ്മീരിലെ വഗുവും നിങ്ങളുടെ വീടിന്റെ ഭാഗമാകുന്നതിനെക്കുറിച്ച് തീർച്ചയായും ചിന്തിക്കണം. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ചായ എന്നത് വെറും ഒരു പാനീയം മാത്രമല്ല, അതൊരു ആത്മബന്ധം കൂടിയാണ്. രാവിലെയുള്ള തുടക്കമാകട്ടെ, കൂട്ടുകാരുമായുള്ള കൂടിക്കാഴ്ചയാകട്ടെ, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ചില നിമിഷങ്ങൾ ചെലവഴിക്കുന്നതാകട്ടെ, ചായ എല്ലാ വേളകളുടെയും ഭാഗമാണ്. നിങ്ങൾക്കും അത് നന്നായി അറിയാമല്ലോ, എൻ്റെ ചായയുമായുള്ള ബന്ധം എന്താണെന്ന്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്ന ഈ ചായ രുചി മാത്രമല്ല അത് നൽകിയത്, മറിച്ച് പല സഹോദരിമാരുടെ ജീവിതത്തിൽ സ്വയം പര്യാപ്തതയുടെ പുതുമണം കൂടി നൽകി. യുപിയിലെ ബിജ്നോർ ജില്ലയിലെ ലഖിവാല ഗ്രാമത്തിൽ അയൽക്കൂട്ട സ്ത്രീകൾ വിദൂർ പ്രേരണ സ്വദേശി ഹെർബൽ ചായ തയ്യാറാക്കി. ഇതിൽ ലെമൺ ഗ്രാസ്, ചിറ്റമൃത്, ഇരട്ടി മധുരം, തുളസി, പച്ചമഞ്ഞൾ, കറുവപ്പട്ട, ഏലക്ക, പെരുംജീരകം തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ ചേർത്തിട്ടുണ്ട്. അതിന്റെ സവിശേഷമായ രുചിയും ഗുണങ്ങളും കാരണമാണ് ഇത് ശ്രദ്ധിക്കപ്പെട്ടത്. ഈ ചായ വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ ആളുകൾക്കിടയിൽ വലിയൊരു പേര് സമ്പാദിച്ചു. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിലും ഡൽഹിയിലെ അന്താരാഷ്ട്ര ഭക്ഷണമേളയിലും ഇതിന് വലിയ സ്വീകാര്യത ലഭിച്ചു. ഈ ഔഷധ ചായ എല്ലാവരും ഒരുപോലെ പ്രശംസിച്ചു. വിദേശത്തു നിന്നുള്ളവർ പോലും ഇതിൽ വലിയ താല്പര്യം കാണിച്ചു. സുഹൃത്തുക്കളെ, ഇതിന്റെ തുടക്കമാണ് ഏറ്റവും വലിയ പ്രചോദനം. വെറും 1,00,000 രൂപയിൽ തുടങ്ങിയ ഈ സംരംഭം ഇന്ന് രാജ്യത്തെ വലിയ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ വരെ എത്തിക്കഴിഞ്ഞു. പ്രാദേശികമായ അറിവും പ്രകൃതിയും സ്ത്രീകളുടെ ആത്മവിശ്വാസവും എല്ലാം കൂടി ഒത്തുചേരുമ്പോൾ ഒരു ചെറിയ ശ്രമം പോലും വലിയ മാറ്റത്തിന് തുടക്കമാകുമെന്ന് ഈ സംരംഭം നമുക്ക് കാണിച്ചു തരുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് രാജ്യമൊട്ടാകെ ഒരു മരം അമ്മയുടെ പേരിൽ എന്ന പരിപാടിയിലൂടെ ആളുകൾ പ്രകൃതിയോടുള്ള കടമ നിറവേറ്റുകയാണ്. സമൂഹം ഈ വികാരത്തോടെ ഒന്നിക്കുമ്പോൾ വളരെ മനോഹരവും പ്രചോദനാത്മകവുമായ ഉദാഹരണങ്ങൾ മുന്നിൽ വരുന്നു. സുഹൃത്തുക്കളെ, അഹമ്മദാബാദിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തിന്റെ വലിയ ശക്തി കാണാൻ കഴിഞ്ഞു. ഭാരത് മേഖലയിൽ 1 മണിക്കൂറിനുള്ളിൽ 3.5 ലക്ഷത്തിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു.
ഇതിൽ 25,000-ത്തിലധികം ആളുകൾ പങ്കുചേർന്നു. സ്കൂൾ കുട്ടികൾ, എൻസിസി കേഡറ്റുകൾ, സന്നദ്ധ പ്രവർത്തകർ, സാധാരണ പൗരന്മാർ എന്നിവരെല്ലാം ഈ ദൗത്യത്തിൽ ഭാഗമായി. വരും വർഷങ്ങളിൽ ഈ തൈകൾ ഒരു വലിയ നഗരവനമായി മാറും. ഈ പരിശ്രമം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അമ്മയുടെ പേരിൽ ഒരു മരം എന്ന ദൗത്യത്തിന് കീഴിൽ യുപിയിലും ജനശക്തിയുടെ അത്ഭുതകരമായ ദൃഢനിശ്ചയം കാണാൻ സാധിച്ചു. അവിടെ ജൂലൈ 12-ന് ഒരൊറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. യുപിയിൽ നിന്നുള്ള ഒരു MP എന്ന നിലയിൽ എനിക്കിത് വലിയ അഭിമാനമാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മരങ്ങൾ മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ള ഒന്നല്ല, അവ എണ്ണമറ്റ ജീവികളുടെ വീട് കൂടിയാണ്. ഗുജറാത്തിലെ ഗീർ വനങ്ങളിൽ ഏകദേശം 60 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബില്ലുകൾ വീണ്ടും കൂടുകൂട്ടി തുടങ്ങിയിരിക്കുന്നു. ഗീറിൽ വർഷങ്ങളായി നടക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങളുടെയും പുനരുദ്ധാരണ ശ്രമങ്ങളുടെയും ഫലമാണിത്. വേഴാമ്പലുകളെ കാടിന്റെ കർഷകർ എന്നാണ് വിളിക്കുന്നത്. ഇവ പഴങ്ങൾ കഴിക്കുകയും വിത്തുകൾ ദൂരസ്ഥലങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നു. ആ വിത്തുകളിൽ നിന്നാണ് കാട്ടിൽ പുതിയ മരങ്ങൾ വളരുന്നത്. ഈ രീതിയിൽ ഒരു പക്ഷി ഒരു കാടിനെ വീണ്ടും പച്ചപ്പുള്ളതാക്കി മാറ്റുന്നതിന് സഹായിക്കുന്നു. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും, നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും സവിശേഷ നിമിഷത്തെ പ്രകൃതിയുമായി ചേർക്കണം. അമ്മയുടെ പേരിൽ ഒരു മരം നടണം. ഇന്ന് നാം നടുന്ന ഒരു ചെറിയ തൈ വരും തലമുറകൾക്ക് പച്ചപ്പും ശുദ്ധവായുവും സുന്ദരമായ ഭാവിയും നൽകുന്ന പൈതൃകമായി മാറും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമെമ്പാടുമുള്ള പരിസ്ഥിതിക്ക് വലിയ വെല്ലുവിളിയാണെന്ന് നമുക്കറിയാം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളോളം പ്രകൃതിക്ക് ദോഷം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്ലാസ്റ്റിക് ശരിയായി സംസ്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ബീഹാറിലെ സീതാമഢിയിൽ മാലിന്യത്തെ സമ്പത്താക്കി മാറ്റുന്നതിന് ഒരു മികച്ച ഉദാഹരണമുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ആകർഷകമായ ഇരിപ്പിടങ്ങൾ നിർമ്മിക്കുകയാണ്. ഒരു ഇരിപ്പിടം നിർമ്മിക്കാൻ ഏകദേശം 40 കിലോ പ്ലാസ്റ്റിക് മാലിന്യം ആവശ്യമാണ്. ഇത് ഉറപ്പുള്ളതും ഈടുനിൽക്കുന്നതും സുഖപ്രദവുമാണ്. ഒപ്പം പരിസ്ഥിതിക്ക് അനുയോജ്യവുമാണ്. ഇവ സർക്കാർ വിദ്യാലയങ്ങളിലും ഉദ്യാനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിക്കുന്നുണ്ട്. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളരുകയാണ്. ഈ ഉദ്യമത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടവും പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതിലൂടെ പ്രാദേശികമായി തൊഴിലവസരങ്ങളും ഉണ്ടാകുന്നുണ്ട്. സീതാമഢിയിലെ ഈ പരിശ്രമം മാലിന്യം കുറയ്ക്കുക, പുനരുപയോഗിക്കുക എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ല, മറിച്ച് ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഇത് കാണിച്ചു തരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണത്തെ മൻ കി ബാത്തിൽ ഞാൻ ഗണേശോത്സവത്തെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടാകുമല്ലോ. നമ്മുടെ രാജ്യത്തെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണപതി വിഗ്രഹങ്ങളെ വേണം നാം ആരാധിക്കാൻ എന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് നിർമ്മിച്ചതോ വിദേശത്തു നിന്ന് കൊണ്ടുവന്നതോ ആയ ഗണപതി വിഗ്രഹങ്ങൾക്ക് പകരം നമ്മുടെ നാട്ടിലെ മണ്ണുകൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങൾ വേണം വീട്ടിൽ പ്രതിഷ്ഠിക്കാൻ. ഈ കാര്യത്തിൽ പലരും എനിക്ക് സന്ദേശങ്ങൾ അയക്കുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തു. എൻ്റെ ഈ അഭ്യർത്ഥന അവർ സ്വീകരിച്ചതായി പലരും എന്നെ അറിയിച്ചു. നാട്ടിലെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണപതി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. മൻ കി ബാത്തിൽ നേരത്തെ ഇത് ചർച്ച ചെയ്തത് ശരിയായ സമയത്ത് തീരുമാനമെടുക്കാൻ തങ്ങളെ സഹായിച്ചുവെന്ന് പലരും എഴുതി. ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ഈ അഭ്യർത്ഥന ആവർത്തിക്കുകയാണ്. ഇത്തവണത്തെ പൂജയ്ക്ക് നമ്മുടെ മണ്ണുകൊണ്ടുള്ള ഗണപതി വിഗ്രഹങ്ങൾ വീട്ടിൽ പ്രതിഷ്ഠിക്കൂ, അവരെ ആരാധിക്കൂ. നിങ്ങളുടെ ഈ ശ്രമം ഒരു തരത്തിൽ പ്രകൃതിയെ ആരാധിക്കുന്നത് പോലെയാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരാളെക്കുറിച്ച് പറഞ്ഞു തരാം. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ശാസ്ത്രത്തിൻ്റെയും നൂതന കണ്ടെത്തലുകളുടെയും രംഗത്ത് വളരെയധികം അധ്വാനിക്കുന്ന ഒരാൾ. ലോകം അദ്ദേഹത്തെ തിരിച്ചറിയുന്നു. എങ്കിലും അദ്ദേഹം തൻ്റെ നാടുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു.
അവസരം കിട്ടുമ്പോഴെല്ലാം തൻ്റെ നാടിനെ ആദരിക്കാൻ അദ്ദേഹം മറക്കാറില്ല. മണിപ്പൂരിലെ ഡോക്ടർ റൊണാൾഡോ ലഷ്രാംജിയാണ് ആ വ്യക്തി. പേര് റൊണാൾഡോ എന്നാണ്, പക്ഷേ അദ്ദേഹം ഒരു വാനശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ജപ്പാനിലാണ് ജോലി ചെയ്യുന്നത്. യുവ ഗാലക്സികളുടെ ഒരു വലിയ കൂട്ടത്തെ കണ്ടെത്തിയ സംഘത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തതെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? സത്യത്തിൽ അദ്ദേഹം ഈ ഗാലക്സി കൂട്ടത്തിന് മണിപ്പൂരിലെ മനോഹരമായ ഒരു തടാകത്തിന്റെ പേരുമായി ചേർത്ത് ലോക്താക് പ്രോട്ടോ ക്ലസ്റ്റർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ലോക്താക് ശുദ്ധജലത്തിന്റെ വലിയൊരു തടാകമാണ് ലോക്താക്. അതിൽ ഒഴുകി നടക്കുന്ന ഫുംദികൾ ചേർന്ന് ഒരു അപൂർവ കാഴ്ചയാണ് അവിടെ ഒരുക്കുന്നത്. വിശാലമായ കടലിൽ ചെറിയ ദ്വീപുകൾ ഒഴുകി നടക്കുന്നത് പോലെയാണ് അത് തോന്നുക. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ഈ യുവ ഗാലക്സികളും ഒരു വലിയ ഘടനയ്ക്ക് രൂപം നൽകുന്നു. ഇന്ന് മണിപ്പൂരിലെ ലോക്താക് രാജ്യത്തിന്റെ ഭൂപടത്തിൽ മാത്രമല്ല, ഈ വലിയ പ്രപഞ്ചത്തിലും തിളങ്ങി നിൽക്കുകയാണ്. ഈ നേട്ടം ഓരോ ഭാരതീയന്റെയും അഭിമാനം വർദ്ധിപ്പിക്കുന്നതാണ്. സ്വന്തം പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുമെന്ന് ഇത് നമ്മുടെ യുവാക്കളെ പഠിപ്പിക്കുന്നു. നക്ഷത്ര ലോകത്തെ പോലും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വേരുകളാണിവ. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 7-ന് നമ്മുടെ രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ നെയ്ത്തുകാരുടെ നൈപുണ്യത്തെയും അവരുടെ സർഗാത്മകതയെയും നമ്മൾ ആഘോഷിക്കുന്നു. തലമുറകളായി കൈമാറി വന്ന പാരമ്പര്യങ്ങളെ നമ്മുടെ സുഹൃത്തുക്കൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സുഹൃത്തുക്കളെ, കൈത്തറിയിൽ നിർമ്മിച്ച ഓരോ വസ്ത്രവും ഏതെങ്കിലും ഒരു പ്രദേശത്തെയോ സമുദായത്തെയോ കുറിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അസംഖ്യം പേരുടെ കഥകൾ ഇത് പുറത്തു കൊണ്ടുവരുന്നു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ കാത്തു സൂക്ഷിക്കുന്നവരാണിവർ. കരകൗശല വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനും നെയ്ത്തുകാരെ ആദരിക്കാനും ഈ ദിവസം ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പിന്തുണയ്ക്കുന്ന രീതി ശക്തമാക്കാം. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ രാജ്യത്ത് കൈത്തറിക്ക് നൽകുന്ന പ്രോത്സാഹനം പലരുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നുണ്ട്. പോച്ചംപള്ളി മുതൽ പട്ന വരെയും കുത്താംപള്ളി മുതൽ കച്ച് വരെയും ഇതിന് പല ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് അത്തരം പല സംഘങ്ങളുമുണ്ട്. നമ്മുടെ കൈത്തറി പാരമ്പര്യത്തിന് പുത്തൻ ഉണർവും അംഗീകാരവും നൽകുന്നവർ. ചിലർ പോച്ചംപള്ളി ഇകത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മറ്റു ചിലർ വനിതാ നെയ്ത്തുകാരെ ചേർത്ത് കമ്പിളി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. സുഹൃത്തുക്കളെ, കേരളത്തിന്റെ കസവ് എന്ന കലയെ ആളുകൾ സംരക്ഷിക്കുമ്പോൾ അത് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും തൊഴിൽ നൽകുന്നുണ്ട്. ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയം ഖാദിയാണ്. മഹാത്മാഗാന്ധിക്ക് ഖാദി ഏറെ പ്രിയപ്പെട്ടതായിരുന്നു എന്ന് നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഖാദിക്ക് വലിയ പ്രചാരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഇതിന്റെ വിൽപ്പന 6 ഇരട്ടിയായി ഉയർന്നു. വിൽപ്പന ഇപ്പോൾ 8,000 കോടി രൂപയ്ക്ക് അടുത്തെത്തിയിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. വരാനിരിക്കുന്ന ഉത്സവകാലത്ത് ഖാദിയുടെയോ കൈത്തറിയുടെയോ കരകൗശല വിദ്യയുടെയോ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം തീർച്ചയായും വാങ്ങണം. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ത്യയിൽ എത്ര തരം സംഗീത ഉപകരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചു പോകും. കാരണം നമ്മുടെ നാട്ടിൽ അത്രയധികം സംഗീത ഉപകരണങ്ങളും അവയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളുമുണ്ട്. അത്തരത്തിലൊന്നാണ് ത്രിപുരയിലെ ചോങ്പ്രേങ്. അവിടെയുള്ള ഗോത്രവർഗക്കാർക്കിടയിൽ ഇതിന് വലിയ പ്രചാരമുണ്ട്. മുള കൊണ്ട് നിർമ്മിച്ച ഈ ഉപകരണത്തിൽ 3 തന്ത്രികളാണുള്ളത്. ഇതിൽ നിന്നുള്ള ഈണം വളരെ മധുരമാണ്. ഇത് സരോദിന് സമാനമാണ്. ചില കാരണങ്ങളാൽ യുവാക്കൾക്കിടയിൽ ഇതിന്റെ പ്രചാരം കുറഞ്ഞു വരികയായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സൂരജ് കുമാർ ദേവ് വർമ്മ അതിനെ വീണ്ടും ജനകീയമാക്കാൻ തീരുമാനിച്ചു.
ഇന്ന് അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾക്ക് ഫലം കിട്ടുന്നുണ്ട്. അദ്ദേഹം ചോങ് പ്രാങ്കിനൊപ്പം അവിടുത്തെ മറ്റ് പരമ്പരാഗത സംഗീത ഉപകരണങ്ങളിലും പ്രകടനം നടത്താറുണ്ട്. അദ്ദേഹത്തിന് കോക്ക് ബൊറോക്ക് നാടൻ പാട്ടുകളും ബൗൾ ഗാനങ്ങളും ബംഗാളി നാടോടി ഗാനങ്ങളും വളരെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഞാൻ അതിലൊന്ന് നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കാം. ഈ സംഗീതം നിങ്ങൾ ഒരിക്കലും മറക്കില്ല. സുഹൃത്തുക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിന് വലിയ സന്തോഷം തോന്നിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദേവ് വർമ്മയെക്കുറിച്ച് എനിക്ക് വലിയ അഭിമാനമുണ്ട്. പരമ്പരാഗത സംഗീതത്തെ ജനപ്രിയമാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം ഏറെ പ്രശംസനീയമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് മറ്റുള്ളവരെയും നമ്മുടെ സംഗീതവുമായി അടുപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ ജൂലൈ 27 ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ ചരമദിനമാണ്. കലാമിന്റെ വ്യക്തിത്വത്തിൽ പല വശങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് പ്രിയം അധ്യാപകന്റെ വേഷമായിരുന്നു. വലിയ സ്വപ്നങ്ങൾ കാണാൻ അദ്ദേഹം കുട്ടികളെ പ്രേരിപ്പിച്ചിരുന്നു. ഈ ആഴ്ച നാം ഗുരുപൂർണിമ ആഘോഷിക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കളാണ് ആദ്യ ഗുരുക്കന്മാർ. അധ്യാപകർ നമുക്ക് അറിവ് നൽകുന്നു. എല്ലാ ഗുരുക്കന്മാരോടും നന്ദി പറയാനുള്ള അവസരമാണ് ഗുരുപൂർണിമ. രാജ്യത്തെ എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ ആദരപൂർവ്വം വന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നാം നമ്മുടെ സ്വാതന്ത്ര്യദിനവും ആഘോഷിക്കും. ഓഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും അഭിമാന ദിനമാണ്. ഭാരതാംബയുടെ സ്വാതന്ത്ര്യത്തിനായി സർവസ്വവും സമർപ്പിച്ച വീരന്മാരെ സ്മരിക്കാനുള്ള ദിനം കൂടിയാണിത്. അവരുടെ ത്യാഗവും തപസ്യയും കാരണമാണ് ഇന്ന് നമ്മുടെ കയ്യിൽ ഈ ത്രിവർണ പതാകയുള്ളത്. ഇതിൽ നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹർ ഘർ തിരംഗ പരിപാടി രാജ്യത്തെ ഒരേ വികാരത്താൽ ഒന്നിപ്പിച്ചു. എല്ലാ വീടുകളിലും തെരുവുകളിലും പതാകയുടെ ആഘോഷം കാണാം. ഈ വർഷവും നമുക്ക് ഹർ ഘർ തിരംഗ എന്ന പരിപാടി പൂർണ്ണമായ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ പൂർണ്ണ ആദരവോടെ പതാക ഉയർത്തണം. സുഹൃത്തുക്കളെ, എല്ലാ വർഷവും ആഗസ്റ്റ് 15 മുൻപായി നിങ്ങൾ എനിക്ക് ആശയങ്ങൾ അയക്കാറുണ്ട്. ഈ വർഷവും നിങ്ങളുടെ ആശയങ്ങൾ MyGovയിൽ പങ്കുവെക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്തിൽ ഇന്ന് ഇത്രമാത്രം. അടുത്ത മാസം നമുക്ക് വീണ്ടും കാണാം. നാട്ടുകാരുടെ അനേകം പുതിയ നേട്ടങ്ങളും പ്രചോദനാത്മകമായ ശ്രമങ്ങളുമായി അടുത്ത മാസം വീണ്ടും കാണുന്നത് വരെ ഞാൻ വിട ചോദിക്കുന്നു. ഒരുപാട് നന്ദി. നമസ്കാരം.